ഗെയ്സ് ഇന്നത്തെ തണുപ്പ് 1 ഡിഗ്രി ആണ്. ഇനിയുള്ള മാസങ്ങളിലൊക്കെ ഇവിടുത്തെ തണുപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കും, കൂടിയും കുറഞ്ഞും അങ്ങനെയൊക്കെ ഇരിക്കും. ചിലപ്പോൾ മഞ്ഞൊക്കെ പെയ്യും, അങ്ങനെയൊക്കെ. ഇപ്പം എന്തായാലും ഇന്ന് മഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സൺഡേ വ്ളോഗായിട്ടാണ് നമ്മൾ വന്നേക്കണത്. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു വൈകിട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ച്. ലക്ഷ്യം മാള് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മാളിലേക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 1-2 മാളിലെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മളൊരു പുതിയൊരു മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം, അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. ഇപ്പോൾ സമയം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം പുറത്ത് സ്പെൻഡ് ചെയ്യാനൊന്നും സമയം കിട്ടൂല. കാരണം വെച്ചാൽ ഇപ്പം തന്നെ വൈകിട്ടാവുമല്ലോ, ഇരുട്ടി തുടങ്ങും ഒരു 5:30 ആകുമ്പോഴത്തേനും. എന്നാലും കുറച്ച് നേരമൊക്കെ ഒന്ന് മാളിൽ ചുറ്റിക്കറങ്ങാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ പോണത്. പോകുന്ന വഴികൾ ഞാൻ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ റോഡിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കൽ കുറവാണ്. ഈ വീടുകളും ഈ മരങ്ങളൊക്കെ വേറൊരു ഭംഗിയാണല്ലോ, മുമ്പ് കാണിച്ച പോലെയൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ നിങ്ങളധികം അങ്ങനെ ബോറടിപ്പിച്ച് അങ്ങനെ കാണിക്കണമൊന്നുമില്ല കേട്ടോ. എങ്കിലും ഈ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മളിന്ന് ന്യൂജേഴ്സി സിറ്റിയിലുള്ള ഒരു മാളിലേക്കാണ് പോണത്. ഇത് നോക്കിക്കണ്ടേ, ഒരു ഫ്ലൈറ്റ് തൊട്ടടുത്തു കൂടി പോണ കണ്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മളിതേ പോകുന്ന വഴിയിലാണ് കേട്ടോ പെട്ടെന്നൊരു ട്രെയിൻ ഇങ്ങനെ പോണ കണ്ടത്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ചരക്കുകളൊക്കെ പോകുന്ന ഒരു ട്രെയിനാണ്. ഇവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും മറ്റേ റോഡ് ക്രോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളവിടെ വണ്ടി അവിടെ നിർത്തിയിട്ടു. അരമണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രെയിൻ. അത്രയ്ക്ക് നീട്ടമുണ്ടായിരുന്നേ ഈ ഒരു ട്രെയിൻ. എന്താ പറയുക, നമ്മൾ ഭയങ്കര ബോറിംഗ് ആയി പോയിട്ടോ. അങ്ങനെ അരമണിക്കൂർ നമ്മളവിടെ കിടന്ന് അതിന് ശേഷം വീണ്ടും നമ്മുടെ യാത്ര പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടായിട്ടുണ്ടായി. അവിടെ സമയം മൊത്തം പോയതുകൊണ്ടേ. പോകുന്ന വഴിയിൽ ഒരുപാട് ഇരുമ്പ് പാലങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ മാത്രമല്ല, ന്യൂയോർക്ക് സിറ്റിനോട് അടുത്ത് തന്നെയാണ് ഈ ന്യൂജേഴ്സി സിറ്റിയും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂയോർക്ക് സിറ്റിയൊക്കെ ചെറുതായിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ ദേ ഇപ്പോൾ മാളിൽ എത്തിയിട്ടുണ്ട്. ഈ കാണാണ്ടോ ഈ മാളിൻ്റെ ബിൽഡിങ്. അത്ര വലിയ മാളൊന്നുമല്ല, എങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. ഹുഡ്സൺ മാൾ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണേണ്. ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം തണുപ്പൊക്കെ അങ്ങോട്ട് കൂടിയിട്ടേ ഉണ്ടായിരുന്നേ. ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ മാളുകളൊക്കെ ഒരു 6 മണി വരെയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും കേട്ടോ. പക്ഷേ എങ്കിൽ ഈ മാള് മാത്രം ഒരു 7 മണിയൊക്കെ കാണിച്ചത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഇത്രയും ദൂരമായതാണെങ്കിലും ഇങ്ങോട്ട് തന്നെ വന്നത്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ ഒരാളനക്കൊന്നുമില്ല കേട്ടോ. റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ ഒരുവിധമൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ മാത്രമല്ല, ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് 6 മണിയാകുമ്പോഴത്തേനും ഇപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കണ ഒരു ഫ്ലോറിലുള്ളൊരു മാളാണ് കേട്ടോ. വലിയ തിരക്കൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി സമയം കഴിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പാത്തൂനൊക്കെ കുറച്ച് നേരം ഒന്ന് കളിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ കുറേ പ്ലേ ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്. അത് മാത്രം ഓപ്പണായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെയാണല്ലോ ഓരോ രസം. അപ്പോൾ നമ്മളങ്ങനെ അതിനാണ് മെയിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ അനിമൽസിൻ്റെ പോലത്തെ ഇങ്ങനെ ടോയ്കളുണ്ട്. ഇങ്ങനെ കാറ് പോലെ ഇങ്ങനെ ഓടിക്കാം കേട്ടോ. അപ്പോൾ പല മൃഗങ്ങളുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാത്തൂന് യൂണിക്കോൺ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കണം. ആകെ ഒരു യൂണിക്കോനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു കുട്ടി ഓടിക്കണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അതിന് ശേഷം ഉണ്ടോ പിന്നെ അവൾക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ തന്നെ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. വേറെ ഒരുപാട് അനിമൽസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കാരത്തിക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കയറാം. അപ്പോൾ അതേ റാസും ഉണ്ട്. അപ്പോൾ അവൾക്ക് ഫസ്റ്റ് ആയതുകൊണ്ടേ ചെറിയൊരു പേടി. അപ്പോൾ അവനും കൂടി ഇരുന്ന് ഒന്ന് റൗണ്ട് ഓടിച്ച് കഴിയുമ്പോൾ അവളുടെ പേടി മാറുമല്ലോ. അപ്പോൾ അത് കാരണം ഉണ്ടോ അവനും കയറിയത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങനെ അതിൽ കയറിയിട്ട് നല്ല രസമുണ്ടോ. അപ്പോൾ ഇവിടെ എല്ലാ മാളിലും ഇങ്ങനത്തെ ഒരു ഐറ്റം കാണാം. നല്ല പിള്ളേരൊക്കെ ഇങ്ങനെ വളരെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ 15 മിനിറ്റ് നേരത്തേക്ക് ഇത്ര റേറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അങ്ങനെ അതേ പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ അവർ റൗണ്ട് അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോണ നേരം കൊണ്ട് നമുക്കിവിടേക്ക് ഒന്ന് ചുറ്റിയടിച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ കുറേ റെസ്റ്റോറൻറ്റുകൾ മാത്രമുണ്ട് ഓപ്പണായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ള ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആണ്.
ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ അനിമൽസുകൾ. ഇങ്ങനെ പഴയതൊക്കെ ആയിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ ഡാമേജ്ഡും ആയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്ക് അതൊക്കെ മതിയല്ലോ. പിന്നെ ഇത് കുറേ ഇങ്ങനെ മിഠായികളാണ് കേട്ടോ, ജെംസ് മിഠായി പോലത്തെ ഇങ്ങനെ പല കളറിലായിട്ട്. ഇത് ഫുൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെ നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കാണാനായിട്ട്. ഞാൻ അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇങ്ങനെ ചോക്ലേറ്റുകൾ നല്ല ഇങ്ങനെ ഭരണിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കണതാണ്, നല്ല രസമില്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഇതുപോലത്തെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ മുമ്പേ പോയിട്ടുണ്ട്, ഇങ്ങനെ ബൊഫേ ഫുഡൊക്കെ കഴിക്കണത്. പിന്നെ അതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഫുഡും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം, ഡിന്നറും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റൊന്നും ഫുഡൊക്കെ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് കഴിക്കുമെന്നുള്ളൊരു ഇതിലാണ്, ഇനി പുറത്തു പോയി കഴിക്കണോ, കാരണം ഇപ്പോൾ പോരാത്തതിന് നല്ല തണുപ്പും കാര്യങ്ങളും ആണല്ലോ. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും കഴിക്കാം എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ നടക്കണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആയപ്പോഴത്തേനും പാത്തു ഇപ്പോൾ ഒറ്റക്കൊക്കെ ഓടിക്കാനൊക്കെ പഠിച്ച്, അവൾക്കത് ഇഷ്ടമായിട്ടാണ്. അവൾ ഫുൾ ടൈം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. 15 മിനിറ്റേ ഉള്ളൂ സമയം, പിന്നെ വേണമെങ്കിൽ നമുക്കത് നീട്ടിയെടുക്കാം. അങ്ങനെയാണ് ആ ഒരു ടോയ് കാറ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാത്തു ഇങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ച് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കും കേട്ടോ. വേണ്ട, പുള്ളിക്കാരത്തിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിള്ളേർക്ക് അതൊക്കെയാണല്ലോ, ഒരു വീക്കെൻഡിലൊക്കെ പുറത്തേക്കൊക്കെ പോയി ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. നമ്മളങ്ങനെ പോകാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു കട കണ്ടത്, പോപ്പായിസ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കയറാം, എന്തെങ്കിലും ഫ്രൈഡ് ചിക്കൻ കഴിക്കാമെന്നും പറഞ്ഞതേ. ഫസ്റ്റ് തന്നെ നമ്മളൊരു കോക്ക് ഓർഡർ ചെയ്തു, പിന്നെ 1-2 ഫ്രൈഡ് ചിക്കനും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ മസാല ഫ്രൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞേട്ടോ. അപ്പോൾ ഫുഡും കഴിച്ചും പോയി, ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് നോക്കാം, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നും കുറേയും കൂടി പോകണം കേട്ടോ. കുറേയെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ 10 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ന്യൂജേഴ്സിന്ന് കുറച്ചും കൂടി ന്യൂയോർക്കിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ സിറ്റിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകാട്ടോ. ഇവിടെ നോക്കിയാൽ ന്യൂയോർക്ക് സിറ്റി ശരിക്കും ഇങ്ങനെ കാണാം, അറ്റത്ത് ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞ് കാണാണ്ടോ, അതാണ് കേട്ടോ ന്യൂയോർക്ക് സിറ്റി. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകളുടെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് പോകേണ്ടതായിട്ട് തിങ്ങി നിറഞ്ഞ്, ഇതൊക്കെ ഫുള്ള് വീടുകൾ, ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആണ്ടോ ഈ കാണുന്നതൊക്കെ. 2 സൈഡിലും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഈ റോട്ടിലൊക്കെ തന്നെ ഇട്ടേക്കണത്. ഭയങ്കര ആളുകൾ തിങ്ങി ഞെരിഞ്ഞ് താമസിക്കണ ഒരു ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ടാണ് ആ റെസ്റ്റോറൻറ്റ് വരുന്നത്. ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ. അപ്പോൾ ഇത് ഫുഡ് പിക്കപ്പ് എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് ആ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല, ഇത് ഫുള്ള് പാർസലാണോ. ഇത് മാത്രമല്ല, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്, എല്ലാം പാർസൽ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഇവിടെ റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് വേണം ഫുഡ് കിട്ടാൻ. നമ്മളങ്ങനെ ഫുഡൊക്കെ വാങ്ങി. ഇവിടെ ഒരു അടിപൊളി കേരള ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ടോ. അതാണ് നമ്മൾ പിന്നെ വിശപ്പില്ലെങ്കിലും വന്ന് വാങ്ങിയത്. പിന്നെ പാർസലും ആണല്ലോ, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും ദൂരെ വന്ന സ്ഥിതിക്ക് അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ അത് വാങ്ങിയത്. പിന്നെ വീട്ടിൽ പോയിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നേ. നമ്മുടെ സിറ്റിയുടെ ഉള്ളിൽ കൂടി തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ന്യൂയോർക്ക് സിറ്റിയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ് ബിൽഡിങ്ങുകളൊക്കെ. അല്ലെങ്കിൽ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു വൈബാണ് കേട്ടോ ഈ സിറ്റിക്കൊക്കെ. നല്ല രസമാണ് ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കാണാനായിട്ട്. അങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡ് എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മുടെ കേരള ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളി ബിരിയാണി തന്നെയാണ് കേട്ടോ. പിന്നെ കപ്പ ബിരിയാണിയും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് നല്ല തന്നെയായിരുന്നു. പിന്നെ ബിരിയാണിയുടെ കൂടെ നമ്മുടെ നാട്ടിൽ കിട്ടണ പോലെ തന്നെ സാലഡ്, അതുപോലെ അച്ചാർ, പപ്പടം, പിന്നെ അടിപൊളി പാലട പായസവും ഉണ്ടായിരുന്നേ. പാലടയല്ല, ഈ വലിയ അടയിൽ അതിൻ്റെ പായസമായിരുന്നു കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, പായസം അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ ഫുഡും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ കഴിക്കാനുള്ളൊരു ത്വര. അതുകൊണ്ടാട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് അങ്ങനെ ടേസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് നമ്മളങ്ങനെ ഫുഡ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പായസത്തിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. പായസമൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. സാധാരണ അങ്ങനെ ബിരിയാണിയുടെ കൂടെ അപൂർവമായിട്ടൊക്കെ അങ്ങനെ കിട്ടാറ് തന്നെ ഇല്ലെന്ന് തോന്നണം പായസം. പക്ഷേ ഇവിടെ എന്തോ അങ്ങനെ പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു.
ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരൊക്കെ ഒന്ന് കാണട്ടെ, ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.